ഗുരുവായൂരിലെ കല്യാണ മണ്ഡപങ്ങളിൽ സദ്യ നടത്തരുതെന്നും ഗുരുവായൂരിലെ കൂൾബാറുകളിൽ നിന്ന് ജ്യൂസോ അനുബന്ധ ശീതളപാനീയങ്ങൾ കുടിക്കരുതെന്നും ഗുരുവായൂരിലെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കരുതെന്നും ഒക്കെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആ വ്യാജ പ്രചരണത്തിനെതിരെയാണ് ഗുരുവായൂരിലെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിദിനം വന്നു പോകുന്ന ഈ തീർത്ഥാടന നഗരിയിൽ പതിറ്റാണ്ടുകളായിട്ട് വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ വ്യാപാര മേഖലയിലെ കുടിവെള്ള സ്രോതസ്സുകളെക്കുറിച്ചുള്ള ആശങ്കയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് അധികൃതരാണ് പഠിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടത്. ചില വ്യക്തികൾക്ക് ഈ മേഖലയെപ്പറ്റി അല്ലെങ്കിൽ ഈ വ്യാപാര മേഖലയിലെ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തെ പറ്റിയൊക്കെ ആശങ്കയുണ്ടെങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുകൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് കൂടി അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. മലിനജലം പോകുന്നതിൻ്റെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ സെപ്റ്റിക് മാലിന്യത്തിൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് എങ്കിൽ എല്ലാ നഗരങ്ങളിലും ഇതേപോലെ തന്നെയല്ലേ? ഗുരുവായൂരിൽ പ്രധാനമായിട്ടും കുടിവെള്ളം എന്ന് ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള കല്യാണ മണ്ഡപങ്ങളിലായാലും ലോഡ്ജുകളിലായാലും ഹോട്ടലുകളിലായാലും ഒക്കെ തന്നെ ഗുരുവായൂരത്തേതല്ല, തൊട്ടടുത്തുള്ള കണ്ടാനശ്ശേരിയിലെ കുടിവെള്ളം ശേഖരത്തിൽ നിന്നാണ്. അതുകൂടാതെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് സ്ഥാപനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തൊന്നും കിണറുകളിൽ ചില സീസണുകളിൽ മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അത്രയ്ക്ക് വെള്ളം വളരെ കുറവാണ്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അതെല്ലാം എന്തോ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി ആളുകളുടെ ആരോഗ്യ സാഹചര്യത്തിനെ പറ്റി മാത്രമാണ് അവരുടെ ആശങ്കയെങ്കിൽ എന്തിനാണ് ഇവിടെ ഇന്ന് ഭക്ഷണം കഴിക്കരുത്, കുടിവെള്ളം കുടിക്കരുത് എന്നെല്ലാം പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെയുള്ളൊരു സിസ്റ്റം ഫെയിലിയർ ഉള്ളതാണെങ്കിൽ, ഇവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ശരിയായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അതിൻ്റെ സംവിധാനങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നിയമപരമായി അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഗുരുവായൂർ എന്ന തീർത്ഥാടന കേന്ദ്രത്തെ തകർക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യത്തിൻ്റെ പുറകിലുണ്ടോ എന്ന് വരെ ഞാൻ സംശയിക്കുന്നത്. ലക്ഷോപലക്ഷം തീർത്ഥാടകർ ഗുരുവായൂർ എത്തുകയാണ്. സാധാരണഗതിയിൽ ഒരു ഫുഡ് സേഫ്റ്റി ലൈസൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ക്ലുപ്തമായും 6 മാസം കൂടുമ്പോൾ കുടിവെള്ള പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ടടക്കം ഓരോ ഹോട്ടലുകാരും കല്യാണ മണ്ഡപക്കാരും സൂക്ഷിക്കണം എന്നുള്ള നിബന്ധന ഇരിക്കെ ഇത്തരമൊരു പ്രസ്താവന വരുന്നത് തികച്ചും ഗൂഢലക്ഷ്യം തന്നെ എന്ന് വേണം പറയാൻ. ഗുരുവായൂരിലെ തീർത്ഥാടകരെത്തുന്ന തീർത്ഥാടകരുടെ വരവ് ഇല്ലാണ്ടാക്കുക എന്നുള്ള ഏതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് സത്യം പറയിച്ചാൽ സർക്കാർ അത് നോക്കി പരിശോധിച്ച് ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം.